പ്രവർത്തിച്ചുവെന്നാരോപിച്ച് CPM അനുഭാവിക്ക് നടുറോഡിൽ മർദ്ദനം. മനാരക്കുളം സ്വദേശി മനോജിനാണ് മർദ്ദനമേറ്റത്. CPM പ്രാദേശിക നേതാവും സംഘവുമാണ് മർദ്ദിച്ചത്. ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ സ്ത്രീ വിരുദ്ധ പ്രസംഗവുമായി CPM നേതാവ്. എന്നെ തോൽപ്പിക്കാൻ ലീഗ് പെൺകുട്ടികളെ രംഗത്തിറക്കി. കെട്ടിക്കൊണ്ടുവന്ന പെണ്ണുങ്ങളെ കാഴ്ചവെക്കുകയല്ല വേണ്ടതെന്ന് പരാമർശം. പരാജയപ്പെട്ട ബി ബൈജു എന്ന് പറയുന്ന LDFന്റെ സ്ഥാനാർത്ഥിയാണ് ഓടി വന്ന് ആ ആൾക്കൂട്ടത്തിനിടയിലേക്ക് എത്തി ആ കയ്യാങ്കളിയിൽ പങ്കെടുക്കുന്നത്. എന്തായാലും കൂടുതൽ പേരെത്തി അവരെയൊക്കെ പിടിച്ചു മാറ്റുകയായിരുന്നു. കാരണം ഈ അഖിൽ ശശി CPMന്റെ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു. ഇറങ്ങി വാടാ നായിന്റെ മക്കളെ പ്രസ്ഥാനത്തിന് ഒറ്റുകൊടുത്തേ. കഷ്ടം. കറകളഞ്ഞ രാഷ്ട്രീയക്കാര് ജയിച്ചാലും തോറ്റാലും. അതെ, പാർട്ടിക്ക് വേണ്ടി ജനിച്ചവർ, അവൻ ലീഗ് ആയിക്കോട്ടെ, മാർക്സിസ്റ്റ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ഒരു മനുഷ്യൻ പരാജയപ്പെട്ടാൽ ആ പരാജയത്തെ എങ്ങനെ നേരിടണം, പരാജയപ്പെട്ടയാളെ നമുക്ക് എങ്ങനെയൊക്കെ അപമാനിക്കാം, അയാളെ എങ്ങനെ വരവേൽക്കാം, തോറ്റവർക്ക് ജയിച്ചവരോടും ജയിച്ചവർക്ക് തോറ്റവരോടുള്ള സമീപനം എന്താവണം എന്നതിന് ഉത്തമ ഉദാഹരണം കാണിച്ച ഹൃദയസ്പർശിയായ 2 വീഡിയോകൾ പങ്കുവെക്കാനാണ് വന്നത്. ഇതും തെറി വിളിച്ചും വടിവാളെടുത്തും പരാജയത്തെ നേരിടുന്ന, മനുഷ്യനെ ഭീഷണിപ്പെടുത്തി വോട്ടുകൾ വാങ്ങാമെന്ന് ചിന്തിക്കുന്ന സഖാക്കൾക്കും വിജയഭേരിയിൽ കൊലവിളി നടത്തുന്ന ലീഗുകാർക്കും തന്നെയാണ് സമർപ്പിക്കുന്നത്. നിങ്ങൾ ഇതൊക്കെ കണ്ടും കേട്ടും പഠിക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ എല്ലാവിധ പ്രോഗ്രാമുകളും ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഞാനിപ്പോൾ ഈ വാർഡിന്റെ ഈ മൂന്നിയൂർ പഞ്ചായത്തിലെ 21ാം വാർഡിലെ നിങ്ങളുടെ എല്ലാവരുടെയും മെമ്പറാണ്. അതുകൊണ്ട് ഞാൻ എന്റെ ജീവിതവും ജീവനും ഈ നാടിന് സമർപ്പിച്ചിട്ടാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. ഒരു കാരണവശാലും വ്യക്തികൾ തമ്മിലല്ല, ആശയങ്ങൾ തമ്മിലാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കാരണവശാലും നമ്മളെ എതിരായിട്ട് നിൽക്കുന്ന ആളുകളെ നമ്മുടെ സുഹൃത്തുക്കളാണ്. ഒരു കാരണവശാലും നമ്മൾ പ്രകോപനപരമായിട്ടുള്ള രീതിക്ക് ഒരാളേറ്റും നമ്മുടെ വാർഡിനകത്ത് ഒരാളേറ്റ് പോലും നമ്മൾ പ്രതികരിക്കരുത്. ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ ഈ നിമിഷം വരെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഖേദകരമായ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ആർക്കെങ്കിലും വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്നോടും എന്റെ കൂടെയുള്ള എന്റെ സുഹൃത്തുക്കളോടും എല്ലാവരോടും ക്ഷമിക്കണമെന്നാണ് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. കാരണം ഇത് തെരഞ്ഞെടുപ്പാണ്, രാഷ്ട്രീയമാണ്. അതിന്റെ തെരഞ്ഞെടുപ്പായും രാഷ്ട്രീയമായി തന്നെ നിങ്ങൾ കാണണം. പിന്നെ എതിർ സ്ഥാനാർത്ഥിയായ എന്റെ സ്വന്തം, എന്റെ കാരണവരായിട്ടുള്ള EKB ഞങ്ങൾ സുഹൃത്തുക്കളാണ്. അദ്ദേഹത്തിന്റെ കൂടെ നടന്നവർ എന്റെയും കൂടപ്പിറപ്പുകളാണ്.